സ്റ്റുഡൻസ് NIOS +2 സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂള് 2 ചാപ്റ്റർ 12, 13, 14, 16 ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ MCQ അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് എഴുതി വെക്കുക. എക്സാമിൻ്റെ മുമ്പായിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ 12 ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി? യൂണിവേഴ്സാലിറ്റി പ്രസൻറ്റ് ഇൻ സം ഫോം ദാറ്റ് ഈസ് സെൻട്രഡ് അറൗണ്ട് മാരേജ് ആൻഡ് പ്രോക്രിയേഷൻ. വിവാഹത്തെയും സന്താനോൽപാദനത്തെയും കേന്ദ്രീകരിച്ചുള്ള സാർവത്രികമായി നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ആൻസർ വരുന്നത് ഫാമിലി, കുടുംബം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് രണ്ടാമത്തത്, വാട്ട് ഈസ് ദ ടേം ഫോർ എ ഫാമിലി യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദയർ അൺമാരീഡ് ചിൽഡ്രൻ. ഭർത്താവ്, ഭാര്യ, അവരുടെ അവിവാഹിതരായിട്ടുള്ള കുട്ടികളടങ്ങുന്ന ഒരു കുടുംബ യൂണിറ്റ് പറയുന്ന പേരെന്താണ്, പദം എന്താണ്? അതിനെ പറയുന്നത് ആൻസർ ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് 2 or more ന്യൂക്ലിയർ ഫാമിലീസ് ജോയിൻഡ് ടുഗദർ, ഓഫൺ ലിവിങ് ഇൻ വൺ ഹൗസ് ഹോൾഡ് അണ്ടർ എ കോമൺ അതോറിറ്റി. 2 അതിലധികമോ അണുകുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നതും പലപ്പോഴും പൊതു അധികാരത്തിന് കീഴിൽ ഒരേ വീട്ടിൽ താമസിക്കുന്നതുമായിട്ടുള്ള കുടുംബം, അത് ഏത് കുടുംബത്തിലാണ് വരുന്നത്, ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ആൻസർ ജോയിൻറ്റ് ഫാമിലി, സംയുക്ത കുടുംബം എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ പേഴ്സണൽ സിസ്റ്റം ഓഫ് എ ഡിസെൻറ്റ് ടു വിച്ച് ദ സൈഡ് ഈസ് ദ ലൈനേജ് ട്രേസ്ഡ്. പിതൃപരമ്പരാ സമ്പ്രദായത്തിൽ അതിൻ്റെ വംശാവലി ഏത് വശത്തായിട്ടാണ് കാണപ്പെടുന്നത്? അതായത് പിതൃപരമ്പര എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാദർ ആയിരിക്കും. അപ്പോൾ പിതാവിൻ്റെ ഫാദർ, അതുപോലെ തന്നെ അമ്മയുടെ മാതൃ വരുന്നത് അമ്മ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഫാദേഴ്സ് ലൈൻ, പിതാവിൻ്റെ വംശമായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ് അഞ്ചാമത്തത്, വാട്ട് ഈസ് ദ ടേം ഫോർ സിസ്റ്റം ഓഫ് ട്രേസിംഗ് ഡിസെൻറ്റ് ത്രൂ ദ മദേഴ്സ് ലൈൻ? അമ്മയുടെ വംശപരമ്പരയിലൂടെയുള്ള വംശാവലി കണ്ടെത്തുന്നത് അതെങ്ങനെയായിരിക്കും? ആൻസർ മദേഴ്സ് ലൈൻ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റൂൾ ഓഫ് റെസിഡൻസ് വേർ ദ മാരീഡ് കപ്പിൾ ഗോസ് ടു ലൈവ് വിത്ത് ഓർ നിയർ ദ ഹസ്ബൻഡ്സ് പാരൻസ്. വിവാഹിതരായ ദമ്പതികൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളോടൊപ്പമോ അവരുടെ സമീപത്തോ താമസിക്കുവാൻ പോകുന്ന സ്ഥലത്തിൻ്റെ നിയമം, ആ നിയമം എന്താണ് അറിയപ്പെടുന്നത്? ആൻസർ വരുന്നത് പാട്രിലോക്കൽ റെസിഡൻസ്. അതിന് പറയുന്ന പേരാണ് പാട്രിലോക്കൽ റെസിഡൻസ് എന്ന്. നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടേം ഈസ് യൂസ്ഡ് ടു റെഫേഴ്സ് ടു എ കൾച്ചറലി ഡിഫൈൻഡ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ മാരേജ് ഓർ ത്രൂ ബ്ലഡ് ടൈസ്. വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ സ്ഥാപിക്കപ്പെടുന്ന സാംസ്കാരികമായി നിർവചിക്കപ്പെട്ട ബന്ധത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ആൻസർ കിൻഷിപ്പ്, രക്തബന്ധം എന്നുള്ളത്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, കിൻഷിപ്പ് ബേസ്ഡ് ഓൺ മാരേജ് സച്ച് ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് നോൺ ആസ് വാട്ട് കൈൻഡ് ഓഫ് കിൻഷിപ്പ്? വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധുത്വം, അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, ഇത് ഏത് തരത്തിലുള്ള ബന്ധുത്വമായിട്ടാണ് അറിയപ്പെടുന്നത്? ആൻസർ വരുന്നത് അഫിനൽ കിൻഷിപ്പ്, അന്തിമ ബന്ധുത്വം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ ഫാമിലി യൂണിറ്റ്സ് ഫങ്ഷൻ ഓഫ് ട്രെയിനിങ് ചിൽഡ്രൻ ഇൻ ദ നോംസ് വാല്യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ സൊസൈറ്റി? സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ എന്നിവയിൽ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന കുടുംബ യൂണിറ്റിൻ്റെ ധർമ്മം എന്താണ്? അതിൻ്റെ ആൻസർ വരുന്നത് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്നാണ് വരുന്നത്. അതിൽ അവരുടെ നേർട്ടറിങ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ, ആ കുട്ടികളുടെ വളർത്തൽ, അവരുടെ പരിപാലനം, അതുപോലെ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളൊക്കെയാണ് സോഷ്യലൈസേഷൻ എന്നുള്ളതിൽ വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ മാരേജ് ഈസ് ഡിഫൈൻഡ് ബൈ എ മാൻ ഹാവിങ് മൾട്ടിപ്പിൾ വൈഫ്സ് അറ്റ് ദ സെയിം ടൈം? ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുള്ള പുരുഷന് ഏത് തരത്തിലുള്ള വിവാഹമാണ് നിർവചിച്ചിരിക്കുന്നത്? അതായത് ഒരേ സമയം ഒരു പുരുഷൻ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അതിനെന്താ പറയുക? പോളിഗമി, ബഹുഭാര്യത്വം. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അതായത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അതിനെ പോളിഗമി എന്നാണ് പറയുന്നത്, ബഹുഭാര്യത്വം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ. ദ പ്രാക്ടീസ് ഓഫ് മാരിങ് വിത്തിൻ വൺസ് ഓൺ സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ്, കാസ്റ്റ് ഓർ റിലീജിയൻ ഈസ് നോൺ ആസ്? സ്വന്തം, അതായത് പ്രത്യേക സാമൂഹിക ഗ്രൂപ്പിലോ ജാതിയിലോ മതത്തിലോ ഉള്ളവരെ വിവാഹം കഴിക്കുന്ന രീതിയെ വിളിക്കുന്നത്, അതായത് സ്വന്തം ഗ്രൂപ്പ്, ജാതി, അവർ തമ്മിൽ നടക്കുന്ന വിവാഹം, അതിനെന്താ പറയുന്നത്? എൻഡോഗമി എന്നാണ് പറയുന്നത്. ആൻസർ എൻഡോഗമി. നെക്സ്റ്റ് വരുന്നത് 12ാമത്തത്. ദ പ്രാക്ടീസ് ഓഫ് മാരിങ് പീപ്പിൾ ബിലോങ്ങിങ് ടു എ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്, കാസ്റ്റ് ഓർ റിലീജിയൻ ഈസ് കോൾഡ്? നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അന്യ ഗ്രൂപ്പിലോ ജാതിയിലോ മതത്തിലോ ഉള്ള ആളുകളെ വിവാഹം കഴിക്കുന്ന രീതിയെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൻസർ എക്സോഗമി എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് വരുന്നത് 13ാമത്തത്. ദ ടൈപ്പ് ഓഫ് മാരേജ് വെർ എ മാൻ മാരിഡ് ഹിസ് ഡിസീസ്ഡ് വൈഫ് സിസ്റ്റർ ഈസ് കോൾഡ്? ഒരു പുരുഷൻ മരിച്ചുപോയ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് സോറോറേറ്റ്. ആൻസർ വരുന്നത് സോറോറേറ്റ്. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫോം ഓഫ് മാരേജ് ഇൻവോൾവിങ് ഓൺലി വൺ സ്പൗസ് അറ്റ് എ ടൈം. ഒരേ സമയം ഒരു ഇണയെ മാത്രമേ ഉൾപ്പെടുത്തുന്ന വിവാഹ രീതി, അതായത് ഒരു വ്യക്തിക്ക് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ, അതിനെ പറയുന്നത് മോണോഗമി, ഏകഭാര്യത്വം എന്നാണ് പറയുക. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സ്പെസിഫിക് ടേം ഫോർ ദ കസ്റ്റം വെർ എ മാൻ ഈസ് ഒബ്ലിഗ് ടു മാരി ഹിസ് ഡിസീസ്ഡ് ബ്രദേഴ്സ് വിൻഡോ? മരിച്ചുപോയ സഹോദരൻ്റെ വിധവയെ വിവാഹം കഴിക്കാൻ പുരുഷന് ബാധ്യസ്ഥനാണെന്ന് പറയുന്ന ആചാരത്തിന് പറയുന്ന പ്രത്യേകമാക്കപ്പെട്ട പേര് എന്താണ്? അതിന് പറയുന്നത് ലേവറേറ്റ്. ആൻസർ വരുന്നത് ലേവറേറ്റ് എന്നാണ് പറയുക. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാരേജ് പ്രാക്ടീസ് വെർ എ മാൻ ഓഫ് എ ഹയർ കാസ്റ്റ് മാരീസ് എ വിമൻ ഓഫ് എ ലോവർ കാസ്റ്റ് ഈസ് നോൺ ആസ്? ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്ന വിവാഹ സമ്പ്രദായത്തിന് പറയപ്പെടുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ. അപ്പോൾ പുരുഷൻ ഉയർന്ന ജാതിയിൽപ്പെട്ടയാളാണ്, സ്ത്രീ താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളാണ്. അങ്ങനെ നടക്കുന്ന വിവാഹ ബന്ധത്തിന് പറയുന്ന പേര് അനുലോമ എന്നാണ് പറയുക. ആൻസർ എന്താണ്? അനുലോമ, അല്ലെങ്കിൽ ഹൈപ്പർഗമി എന്നുള്ള പേരും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 17ാമത്തത്. ദ മാരേജ് പ്രാക്ടീസ് വെർ എ വുമൺ ഓഫ് എ ഹയർ കാസ്റ്റ് മാരീഡ്സ് എ മാൻ ഓഫ് എ ലോവർ കാസ്റ്റ് ഈസ് നോൺ ആസ്? ഇനി സ്ത്രീ ഉയർന്ന ജാതിയിൽപ്പെട്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇവിടെ സ്ത്രീ ഉയർന്ന ജാതിയിൽപ്പെട്ടയാളും അതുപോലെ പുരുഷന് താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളുമാണ്. അവർ തമ്മിൽ നടക്കുന്ന വിവാഹത്തിന് പറയുന്ന പേരെന്താണ്? പ്രതിലോമ എന്നാണ് പറയുക. ആൻസർ പ്രതിലോമ. പിന്നെ നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് കിൻഷിപ്പ് ടൈസ് എസ്റ്റാബ്ലിഷ് പ്രൈമർലി ത്രൂ മാരേജ്? ഏത് തരത്തിലുള്ള ബന്ധുത്വമാണ് പ്രധാനമായും
വിവാഹത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. വിവാഹത്തിലൂടെ സ്ഥാപിക്കുന്ന ബന്ധത്തെ പറയുന്ന പേരെന്താണ്? അഫിനൽ കിൻഷിപ്പ്. ആൻസർ അഫിനൽ കിൻഷിപ്പ് എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് മേജർ റിലീജിയസ് ട്രഡീഷൻ ഈസ് ദ മാരേജ് നിക്കാഹ് ട്രഡീഷണലി വ്യൂവ്ഡ് ആസ് എ സിവിൽ കോൺട്രാക്ട്? ഏത് പ്രധാന മതപാരമ്പര്യത്തിലാണ് വിവാഹം, അതായത് നിക്കാഹ്, പരമ്പരാഗതമായി ഒരു സിവിൽ കരാറായി കാണുന്നത്? അത് ഇസ്ലാം മതത്തിലാണ്. മുസ്ലിങ്ങൾ തമ്മിലുള്ള വിവാഹം നിക്കാഹ് അതൊരു സിവിൽ കരാർ, സിവിൽ കോൺട്രാക്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹിന്ദു മാരേജ് ആക്ട് വിച്ച് കോൺഫിഡ് ആൻഡ് അമെൻഡഡ് ലോസ് റിലേറ്റിംഗ് ടു ഹിന്ദു മാരേജ് വാസ് എനാക്റ്റഡ് ഇൻ വിച്ച് ഇയർ? ഹിന്ദു വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ക്രോഡീകരിച്ച് ഭേദഗതി ചെയ്ത ഹിന്ദു വിവാഹ നിയമം ഏത് വർഷത്തിലാണ് നടപ്പിലാക്കിയത്? അപ്പോൾ ഹിന്ദു വിവാഹ നിയമം നടപ്പിലാക്കിയത്, അമെൻമെൻറ്റ് ചെയ്ത് നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1955. ആൻസർ 1955. നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് റൂൾ പ്രൊഹിബിറ്റ്സ് സെക്ഷൽ ഓർ marital relation between two people who are related to each other by blood ties or belong to same nuclear family? രക്തബന്ധമുള്ളവരോ ഒരേ കുടുംബത്തിൽപ്പെട്ടവരോ ആയ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈംഗികമോ ദാമ്പത്യമോ ആയ ബന്ധത്തെ ഏത് നിയമമാണ് നിരോധിക്കുന്നത്? അതിൻ്റെ ആൻസർ ഇൻസെൻറ്റ് ടാബു എന്നുള്ള നിയമമാണ് അതിനെ നിരോധിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. മാരേജ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻ ഓഫ് എയ്തർ ടു ബ്രദേഴ്സ് ഓർ ടു സിസ്റ്റേഴ്സ് ഈസ് റെഫേർഡ് ടു ആസ്? രണ്ട് സഹോദരിമാരുടെയോ മക്കൾ തമ്മിലുള്ള വിവാഹം അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ വരുന്നത് പാരലൽ കസിൻ മാരേജ്, സമാന്തര കസിൻ വിവാഹം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. എമംഗ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹിന്ദു മാരേജ് ധർമ്മ, പ്രജ, അതുപോലെ രതി. വിച്ച് വൺ ഹാസ് ബീൻ ഗിവൺ ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ്? ഹിന്ദു വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് ധർമ്മയാണ്. ധർമ്മ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫോം ഓഫ് ഹിന്ദു മാരേജ് ഇൻവോൾവ്സ് ദ ഫാദർ ഗിവിങ് ഹിസ് ഡോട്ടർ ടു എ മാൻ ആഫ്റ്റർ റിസീവിങ് എ പെയർ ഓഫ് കൗസ് ഓർ ബുൾസ് ഫ്രം ദ ഗ്രൂം? വരനിൽ നിന്ന് ഒരു ജോഡി പശുക്കളെയോ അല്ലെങ്കിൽ കാളകളെയോ സ്വീകരിച്ച ശേഷം പിതാവ് തൻ്റെ മകളെ ഒരു പുരുഷന് നൽകുന്നത് ഏത് രീതിയിലുള്ള ഹിന്ദു വിവാഹമാണ്? അതിനെ പറയുന്ന പേര് ആൻസർ ആർഷ മാരേജ്, ആർഷ വിവാഹം എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് 25. വിച്ച് ഫോം ഓഫ് ട്രഡീഷണൽ ഹിന്ദു മാരേജ് ഈസ് കൺസിഡേർഡ് അൺഡെസറബിൾ ആസ് ഇറ്റ് ഇൻവോൾവ്സ് ദ ബ്രൈഡ് പ്രൈസ് ബീങ് പെയ്ഡ് ബൈ ദ ഗ്രൂം ടു ദ ബ്രൈഡ്സ് ഫാദേഴ്സ്? വരൻ വധുവിൻ്റെ പിതാവിന് വധുവില നൽകുന്നതിനാൽ ഏത് തരത്തിലുള്ള പരമ്പരാഗത ഹിന്ദു വിവാഹമാണ് അഭികാമ്യമല്ലാത്തതായിട്ട് കണക്കാക്കപ്പെടുന്നത്? അതായത് വരൻ വധുവിൻ്റെ പിതാവിന് നൽകുന്ന ഒരു മൂല്യം, വില, വധുവിൻ്റെ വില എന്നുള്ള രീതിയിൽ നടക്കുന്ന വിവാഹം അത് അഭികാമ്യമല്ല. അത്തരത്തിലുള്ള വിവാഹത്തിന് പറയുന്ന പേര് ആൻസർ അസുര മാരേജ്. ആൻസർ എന്താണ്? അസുര വിവാഹം എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാരേജ് കൺസിഡേർഡ് ദ മോസ്റ്റ് ഡിസറബിൾ where the father give his daughter to a learned man of good character is known as? ഏറ്റവും അഭിലഷണീയമായി കണക്കാക്കപ്പെടുന്ന വിവാഹം, അതായത് നല്ല സ്വഭാവമുള്ള ഒരു പണ്ഡിതന് പിതാവ് തൻ്റെ മകളെ വിവാഹം ചെയ്ത് നൽകുന്ന രീതിയാണ് ഇത്. ഇതിനെ അറിയപ്പെടുന്ന എന്താണ്?
ആൻസർ ബ്രഹ്മവിവാഹം. ആൻസർ ഏതാണ്? ബ്രഹ്മവിവാഹം. നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫോം ഓഫ് ഹിന്ദു മാരേജ് ഈസ് ബേസ്ഡ് സ്ലോലി ഓൺ ദ മ്യൂച്വൽ കോൺസെന്റ് ഓഫ് ദ ബോയ് ആൻഡ് ദ ഗേൾ വിത്തൗട്ട് ഇൻവോൾവിംഗ് ദ പേരൻസ്? മാതാപിതാക്കളുടെ പങ്കാളിത്തമില്ലാതെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പരസ്പര സമ്മതത്തോടെ മാത്രം നടക്കുന്ന ഹിന്ദു വിവാഹമാണ്. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഗാന്ധർവ വിവാഹം. ഗന്ധർവ വിവാഹം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രാക്ടീസ് വർ എ വിൻഡോ മാരീസ് ഹെർ ഡിസീസ്ഡ് ഹസ്ബൻഡ് ബ്രദേഴ്സ് ഈസ് ദ നോൺ ആസ് ലെവറേറ്റ്. ദിസ് പ്രാക്ടീസ് ഈസ് prevalent among the tribes of the Nilgiri hills, specifically the dash. ഒരു വിധവ തൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന ആചാരം ലെവിറേറ്റ് എന്നറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് നീലഗിരി കുന്നുകളിലെ ഗോത്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഏത് ഗോത്രമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്? അതറിയപ്പെടുന്നത് ആൻസർ തോട. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. The Muslim marriage, the divorce granted to the wife when she agrees to the her husband proposal for divorce is called. മുസ്ലിം വിവാഹത്തിൽ ഭർത്താവിൻ്റെ വിവാഹമോചന നിർദ്ദേശനത്തിന് ഭാര്യ സമ്മതിക്കുമ്പോൾ അവൾക്ക് നൽകുന്ന വിവാഹമോചനത്തെ വിളിക്കുന്ന പേര്? ആൻസർ ഖുല. ഖുല എന്നാണ് വിളിക്കുക. ഇനി നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യൻ. Which form of Muslim marriage is a system of temporary marriage that automatically dissolves after a fixed period, though the children born from it are given a share in the father's property? ഒരു നിശ്ചിത കാലയളവിന് ശേഷം സ്വയമേവ പിരിച്ചുവിടപ്പെടുന്ന ഒഴിവാകുന്ന താൽക്കാലിക വിവാഹ സമ്പ്രദായമാണ് മുസ്ലിം വിവാഹത്തിൻ്റെ ഏത് രൂപത്തിൽ ഉള്ളത്? അപ്പോൾ അത്തരത്തിൽ ആ വിഭാഗത്തിൽ അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ഒരു പങ്ക് നൽകേണ്ടതുണ്ട്. ആ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടിക്ക് പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ഒരു ഷെയർ കൊടുക്കേണ്ടതുണ്ട്. അതിന് പറയുന്ന പേര് എന്താണ്? മുത്ത. ആൻസർ മുത്ത എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ. എ മുസ്ലിം മാരേജ് വിച്ച് ഫെയിൽസ് ടു കൺഫേം ടു എ ഫ്യൂ കണ്ടീഷൻസ് ഇനിഷ്യലി ഈസ് ദ കോൾഡ് ആൻ ഇറഗുലർ മാരേജ്. തുടക്കത്തിൽ ചില നിബന്ധനകൾ പാലിക്കാതെ ഒരു മുസ്ലിം വിവാഹത്തെ ഒരു ഇറഗുലർ മാരേജ്, ക്രമരഹിത വിവാഹം എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? ആ നിക്കാഹിന് പറയുന്ന പേര് ഫാസിദ്. ആൻസർ ഫാസിദായ നിക്കാഹ് എന്ന് പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 32ാമത്തെ ക്വസ്റ്റ്യൻ. The Hindu Marriage Act 1955 stipulated that the minimum age of marriage for the girl must be over. 1955 ഹിന്ദു വിവാഹ നിയമം പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം കണക്കാക്കുന്നത് എത്രയാണ്? ആൻസർ 18 വയസ്സാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 ലീഗലി റെക്കഗ്നൈസ്ഡ് വിച്ച് ടൈപ്പ് ഓഫ് മാരേജ്? 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് ഏത് തരത്തിലുള്ള വിവാഹത്തെയാണ് നിയമപരമായി അംഗീകരിച്ചത്? ആൻസർ ഇന്റർ കാസ്റ്റ് ആൻഡ് ഇന്റർ റിലീജിയസ് മാരേജ്. മിശ്ര വിവാഹങ്ങൾ, അതുപോലെ മിശ്ര ജാതി വിവാഹങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 34ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലെജിസ്ലേഷൻ ദാറ്റ് ബാൻഡ് ദ ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഓഫ് ഡോറി ഈസ് ദ ഡാഷ്. സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും നിരോധിച്ച നിയമനിർമ്മാണം ഏതാണ്? അതേതാണ്? ആൻസർ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. സ്ത്രീധന നിരോധന നിയമം 1961 സ്ത്രീധന നിരോധന നിയമപ്രകാരമാണ് സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും നിരോധിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 35ാമത്തെ ക്വസ്റ്റ്യൻ.
Society gives approval to the marital relation of man and woman in dash and dash ceremony. പുരുഷന്റെയും സ്ത്രീയുടെയും വിവാഹബന്ധത്തിന് സമൂഹം അംഗീകാരം നൽകുന്നത് ഡാഷ് അല്ലെങ്കിൽ ഡാഷ് ചടങ്ങിലാണ്. അത് ഒന്നാമത്തത് ആൻസറിൻ്റെ അവിടെ വിമൺ ഇൻ സിവിൽ, ഒന്നാമത്തത് ഇവിടെ സിവിൽ എന്ന് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തിൻ്റെ അവിടെ എന്താ വരിക, റിലീജിയസ്, രണ്ടാമത്തെ ഡാഷിൻ്റെ അവിടെ റിലീജിയസ് എന്നുമാണ് വരിക. സിവിൽ ആൻഡ് റിലീജിയസ്. നെക്സ്റ്റ് 36 ക്വസ്റ്റ്യൻ. മാരേജ് ബൈ ഡാഷ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് മാരേജ് എമംഗ് മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും തമ്മിലുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള വിവാഹം അത് ഏത് രീതിയിലുള്ള വിവാഹമാണ്? കൂടുതൽ കണ്ടുവരുന്നത് ആൻസർ മോണോഗമിയാണ്. ഏക ഭാര്യത്വ തരത്തിലുള്ള വിവാഹമാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നെക്സ്റ്റ് വരുന്നത് 37. മാരേജ് ഈസ് എ സോഷ്യൽ റിലേഷൻഷിപ്പ് ദാറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ഫാമിലി ലൈഫ്. വിവാഹം എന്നത് കുടുംബജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു സാമൂഹിക ബന്ധമാണ്. ഇത് ട്രൂ ഓർ ഫാൾസ് ഏതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. വിവാഹം എന്നത് കുടുംബജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു സാമൂഹിക ബന്ധമാണ്. സംശയമുള്ള ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് 38 ക്വസ്റ്റ്യൻ. മോണോഗമി ഈസ് ദ മോസ്റ്റ് വൈഡ്ലി പ്രിവലന്റ് ഫ്രം ദ മാരേജ് ഓൾ ഓവർ ദ വേൾഡ്. ലോകമെമ്പാടും ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വിവാഹ രീതി അതേതാണ്? മോണോഗമി എന്നാണ് പറയുന്നത്, ഏകഭാര്യത്വം അല്ലേ. അതും ട്രൂ ആണ്, ശരിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 39 ക്വസ്റ്റ്യൻ. 39. പ്രാറ്റിലോമ മാരേജ് ഈസ് മാരേജ് ബിറ്റ്വീൻ വിമൻ ഓഫ് ലോ കാസ്റ്റ് ആൻഡ് മെൻ ഓഫ് ഹയർ കാസ്റ്റ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയും ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷനും തമ്മിലുള്ള വിവാഹമാണ് പ്രതിലോമ. അത് ആൻസർ ഫാൾസ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 40 ക്വസ്റ്റ്യൻ. മാരേജ് ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ദെയർ കൾച്ചർ. വിവാഹം ഗ്രൂപ്പുകളുടെ നിലനിൽപ്പിനും അവരുടെ സംസ്കാരത്തിനെയും സഹായിക്കുന്നുണ്ട്. ആൻസർ ട്രൂ ആണ് വരുന്നത്. നെക്സ്റ്റ് 41 ക്വസ്റ്റ്യൻ. മാരേജ് പെർഫോംസ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ. സ്റ്റേറ്റ് വെദർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. വ്യക്തിക്കും ഗ്രൂപ്പിനും വിവാഹം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ? ആൻസർ റൈറ്റ്, അത് ട്രൂ, ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് 42 ക്വസ്റ്റ്യൻ. ദ ഹിന്ദു മാരേജ് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് വിൽ. ഹിന്ദു വിവാഹം ഇഷ്ടാനുസരണം വേർപ്പെടുത്താവുന്നതാണ്. ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് 43 ക്വസ്റ്റ്യൻ. ട്രഡീഷണൽ അറേഞ്ച്ഡ് മാരേജ് മാച്ച് വിത്ത്. അതായത് പരമ്പരാഗതമായ വിവാഹം 2-3 രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തത് പരമ്പരാഗതമായി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? ഇത് നമ്മൾ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പരമ്പരാഗതമായി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ അത് വരുന്നത് ബേസ്ഡ് ഓൺ കാസ്റ്റ് ആൻഡ് ഡോറി കൺസിഡറേഷൻ. ജാതി, സ്ത്രീധന പരിഗണന എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവാഹങ്ങളാണ് ട്രഡീഷണൽ അറേഞ്ച്ഡ് മാരേജ്. നെക്സ്റ്റ് വരുന്നത് ബി, മോഡേൺ അറേഞ്ച്ഡ് മാരേജ്. ആധുനിക രീതിയിലുള്ള നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ. അതെങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ഫാമിലി സ്റ്റാറ്റസ്, കാസ്റ്റ് കൺസിഡറേഷൻ. അതിൽ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ ജാതി പരിഗണന ഇവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവാഹമാണ് മോഡേൺ അറേഞ്ച്ഡ് മാരേജ്. നെക്സ്റ്റ് വരുന്നത് സി, ചോയ്സ് മാരേജ്. ബേസ്ഡ് ഓൺ മ്യൂച്വൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. അതായത് പരസ്പര ഇഷ്ടാനിഷ്ടങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിവാഹം. തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ വരുന്നത്? അത് അവരുടെ 2 പേരുടെയും, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും, വിവാഹം കഴിക്കാൻ പോകുന്ന വധൂവരൻ അവരുടെ
ഇഷ്ടാനിഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചോയ്സ് മാരേജ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 12ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് 13ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്, ഫാമിലി എന്നുള്ള ചാപ്റ്റർ. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂ ഓർ ഫാൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫാമിലി മെമ്പേഴ്സ് ഓൾവേസ് ഷെയർ എ കോമൺ റെസിഡൻസ്. കുടുംബാംഗങ്ങൾ എപ്പോഴും ഒരു കോമൺ റെസിഡൻസ് പങ്കിടുന്നു. ആൻസർ ഫാൾസ് ആണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് രണ്ടാമത്തത് ഏർലി ആർ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ചൈൽഡ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫാമിലി. കുട്ടിയുടെ ആദ്യകാല പരിചരണവും വിദ്യാഭ്യാസവും കുടുംബത്തിൻ്റെ ധർമ്മമാണ്. ആൻസർ വരുന്നത് ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ലൈനൽ ജോയിന്റ് ഫാമിലി എ പേഴ്സൺ ലിവ്സ് ദ ഹിസ് വൺ സൺ ആൻഡ് ഗ്രാൻഡ് സൺ. ഒരു ലൈൻ കുടുംബത്തിൽ, കൂട്ടുകുടുംബത്തിൽ, ജോയിന്റ് ഫാമിലിയിൽ ഒരാൾ തൻ്റെ ഏക മകനും ചെറുമകനും ഒപ്പമാണ് താമസിക്കുന്നത്. അതായത് നേരിട്ടുള്ള കുടുംബം. ആൻസർ വരുന്നത് ട്രൂ ആണ്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. കോമൺ റെസിഡൻസ് ഈസ് ആൻ എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് ജോയിന്റ് ഫാമിലി. സംയുക്ത കുടുംബത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു നേച്ചർ, ഒരു സ്വഭാവമാണ് പൊതുവായ താമസം. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് ആൻസർ വരുന്നത് ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വരുന്നത് ഫാമിലി മെമ്പേഴ്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ബൈ ബ്ലഡ് ഡാഷ് ഓർ അഡോപ്ഷൻ. കുടുംബാംഗങ്ങൾ പരസ്പരം രക്തബന്ധം അല്ലെങ്കിൽ അഡോപ്ഷൻ, ദത്തെടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് മൂന്നാമതൊരു കാര്യം വരുന്നത് മാരേജ്. ആൻസർ മാരേജ്, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ഇൻ ദ ടെൻസ് സിറ്റുവേഷൻ ഈസ് ദ ഡാഷ് ഫങ്ഷൻ ഓഫ് ഫാമിലി. ഒരു ഇമോഷണൽ സാഹചര്യങ്ങളിൽ, അതുപോലെ ഒരു പിരിമുറുക്കത്തിൻ്റെ സാഹചര്യങ്ങളിൽ വൈകാരികമായിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ധർമ്മം. ഈ ധർമ്മം ഏതിലാണ് വരുന്നത്? ആൻസർ സൈക്കോളജിക്കൽ ഫങ്ഷൻസ്, മനഃശാസ്ത്രപരമായിട്ടുള്ള ഫങ്ഷൻസിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. മദർ ഈസ് സുപ്രീം അതോറിറ്റി ഇൻ ദ ഡാഷ് ഫാമിലി. ഡാഷ് കുടുംബത്തിലെ പരമോന്നത അധികാരി അമ്മയാണ്. അതായത് മാട്രിയാർക്കൽ, അതായത് മാതൃ ആധിപത്യം എന്ന് പറഞ്ഞല്ലേ, അമ്മ താവഴി വരുന്നത്. അതിൽ ആധിപത്യം വരുന്നത് ആർക്കാണ്? മാതാവിനാണ് ആധിപത്യം വരുന്നത്. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് ഫാമിലി ഇൻ വിച്ച് ദ ന്യൂലി വെഡഡ് കപ്പിൾ ലിവ്സ് വിത്ത് ദ ഹസ്ബൻഡ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് നോൺ ആസ്. പുതുതായി വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ ഭർത്താവിൻ്റെ മാതൃ സഹോദരനോടൊപ്പം താമസിക്കുന്ന കുടുംബം, അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അവൻകുലോക്കൽ ഫാമിലി. അവൻകുലോക്കൽ ഫാമിലി എന്നാണ് അറിയപ്പെടുക. നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ജോയിന്റ് ഫാമിലി ബ്ലഡ് റിലേഷൻഷിപ്പ് ഗെറ്റ്സ് പ്രിഫറൻസ് ഓവർ ഡാഷ് റിലേഷൻഷിപ്പ്. ഒരു കൂട്ടുകുടുംബത്തിൽ ബന്ധത്തേക്കാൾ രക്തബന്ധത്തിനാണ്, ഡാഷ് ബന്ധത്തേക്കാൾ രക്തബന്ധത്തിനാണ് മുൻഗണന നൽകുന്നത്. അത് മാരിറ്റൽ റിലേഷൻഷിപ്പ്, വൈവാഹിക ബന്ധത്തേക്കാൾ കൂടുതൽ മുൻഗണന രക്തബന്ധത്തിനാണ്. നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ഏർലി കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ചൈൽഡ് ഈസ് ദ എസെൻഷ്യൽ ഫങ്ഷൻ ഓഫ് ഫാമിലി. കുട്ടിയുടെ ആദ്യകാല പരിചരണ വിദ്യാഭ്യാസവും കുടുംബത്തിൻ്റെ അനിവാര്യമായ ധർമ്മമാണ്. അത് ട്രൂ, ശരിയാണ്. നെക്സ്റ്റ് ജോയിന്റ് ഫാമിലി. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്വസ്റ്റ്യൻസുകൾ നോക്കി വെക്കണം കേട്ടോ. ഓരോന്നിൻ്റെയും പേരുകൾ, രൂപം പറയാണ്. ഫസ്റ്റ് വൺ വരുന്നത് 11ാമത്തത് ജോയിന്റ് ഫാമിലിയാണ്.
family composed of blood and marital relatives of 3 or more generations. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ 3 അതിലധികമോ തലമുറകളിലെ രക്തബന്ധമുള്ളവരും വിവാഹിതരുമായ ബന്ധുക്കളും ചേർന്ന കുടുംബത്തെയാണ് കൂട്ടുകുടുംബം, ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കിബ്സ്. കിബ്സ് എന്ന് പറഞ്ഞാൽ എ കമ്മ്യൂണിറ്റി ഓഫ് ഫാമിലീസ് കൺസിസ്റ്റിംഗ് അബൌട്ട് 50 to 2000 members where children are a collective responsibility. ഏകദേശം 50 മുതൽ 2000 വരെ അംഗങ്ങൾ അടങ്ങുന്ന കൂട്ടുകുടുംബങ്ങളുടെ ഒരു സമൂഹം, കുട്ടികൾക്ക് ഒരു കൂട്ടായ ഉത്തരവാദിത്വം ഉള്ള, കുട്ടികളുടെ കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഫാമിലി, അതിനെയാണ് കിബ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ലൈനൽ ജോയിന്റ് ഫാമിലി. The joint family where extension of family is along vertical lines. That is, parents live with one of the sons and his family. ലൈൻ ഫാമിലി, രേഖീയ സംയുക്ത കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ വികാസം ലംബ രേഖകളിലൂടെയാണ് സംഭവിക്കുന്നത്. അതായത് മാതാപിതാക്കൾ ആൺമക്കളിൽ ഒരാളോടും അവൻ്റെ കുടുംബത്തോടും ഒപ്പം താമസിക്കുന്നു. മാതാപിതാക്കൾ ആൺമക്കളുടെ ആരെങ്കിലും ഒരാളോടൊപ്പം താമസിക്കുന്ന ഒരു രീതി, അതാണ് ലൈനൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ, മാട്രിയാർക്കൽ ഫാമിലി. മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എ ഫോം ഓഫ് ഫാമിലി ഇൻ വിച്ച് മദർ ഈസ് ദ ഫോർമൽ ഹെഡ് ആൻഡ് വൈൽസ് ഡൊമിനേഷൻ പവർ ഇൻ ദ ഫാമിലി. മാതൃ ആധിപത്യ കുടുംബം, അതായത് അമ്മ ഔപചാരികമായിട്ടുള്ള തലവൻ, അതായത് അതിൻ്റെ ലീഡർ ആരായിരിക്കും? അമ്മക്കാണ് സ്ഥാനം വരുന്നത്. കുടുംബത്തിൽ ആധിപത്യം പുലർത്തുന്നത്, അമ്മ കുടുംബത്തിൽ ആധിപത്യം പുലർത്തുന്നതുമായിട്ടുള്ള കുടുംബ രൂപത്തെയാണ് മാതൃആധിപത്യ കുടുംബം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തത്, മാട്രിലോക്കൽ ഫാമിലി. അതായത് ദ ടൈപ്പ് ഓഫ് ഫാമിലി ഇൻ വിച്ച് ദ മാരീഡ് കപ്പിൾ റിസൈഡ് ഇൻ ദ വൈഫ്സ് പാരന്റൽ ഹൗസ് ഹോൾഡ് ഓർ കമ്മ്യൂണിറ്റി. മാതൃസ്ഥാന കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട്ടിലോ സമൂഹത്തിലോ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിലോ വിവാഹിത ദമ്പതികൾ താമസിക്കുന്ന കുടുംബം, അതിനെയാണ് മാട്രിലോക്കൽ ഫാമിലി, മാതൃസ്ഥാന കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിയോലോക്കൽ ഫാമിലി. നിയോലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എ ഫോം ഓഫ് ഫാമിലി ഇൻ വിച്ച് എ മാരീഡ് കപ്പിൾ ഈസ് നോർമലി എക്സ്പെക്റ്റഡ് നോട്ട് ടു live with either of the families of origin but to establish a separate or new residence. നിയോലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ വിവാഹിതരായ ദമ്പതികൾ സാധാരണയായി ഏതെങ്കിലും കുടുംബത്തോടൊപ്പം താമസിക്കാതെ വേറിട്ടോ അല്ലെങ്കിൽ പുതിയതോ ആയ താമസ സ്ഥലം സ്ഥാപിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബരൂപത്തെയാണ് നിയോക്കൽ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 17, ന്യൂക്ലിയർ ഫാമിലി. ദ ബേസിക് ടൈപ്പ് ഓഫ് ഫാമിലി കമ്പോസ്ഡ് ഓഫ് എ മാരീഡ് കപ്പിൾ ആൻഡ് ദെയർ ഓഫ് സ്പ്രിങ്സ്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ വിവാഹിത ദമ്പതികളും അവരുടെ സന്തതികളും അടങ്ങുന്ന അടിസ്ഥാന തരം കുടുംബം, അതായത് ഭാര്യ ഭർത്താവ് അവരുടെ മക്കൾ, അതാണ് ന്യൂക്ലിയർ ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പാട്രിയാർക്കൽ ഫാമിലി. പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എ ഫോം ഓഫ് ഫാമിലി ഇൻ വിച്ച് ദ ഫാദർ ഈസ് ദ ഫോർമൽ ഹെഡ് ആൻഡ് ദ റൂളിംഗ് പവർ ഇൻ ദ ഫാമിലി. പിതൃ ആധിപത്യം, പിതാവ് ഔപചാരികമായ തലവനും കുടുംബത്തിലെ ഭരണാധികാരവുമുള്ള ഒരു കുടുംബരൂപം, അതിനെയാണ് പാട്രിയാർക്കൽ ഫാമിലി, പിതൃ ആധിപത്യ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ, പാരലോക്കൽ ഫാമിലി. പാരലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എ ഫാമിലി ഫോം ഓഫ് ഫാമിലി ഇൻ വിച്ച് എ മാരീഡ് കപ്പിൾ resides in the husband's father's home
ഓർ ലൊക്കാലിറ്റി. പാരലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ വിവാഹിതരായ ദമ്പതികൾ ഭർത്താവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട് പ്രദേശത്തൊക്കെ താമസിക്കുന്ന ഒരു കുടുംബരൂപം അതിനെയാണ് പാരലോക്കൽ ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നെക്സ്റ്റ് വരുന്നത് അവൻകുലോക്കൽ ഫാമിലി. അവൻകുലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ദ ഫാമിലി ഇൻ വിച്ച് എ മാരീഡ് കപ്പിൾ resides with or in the locality husband's maternal uncle. വിവാഹിതരായ ദമ്പതികൾ പിതാവിൻ്റെ അമ്മാവനോടൊപ്പമോ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലത്തോ താമസിക്കുന്ന കുടുംബം അതിനെയാണ് അവൻകുലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ കൊഹാബിറ്റേഷൻ. കൊഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ ഓഫ് എ കപ്പിൾ വിത്തൗട്ട് ഗെറ്റിംഗ് മാരീഡ്. വിവാഹം കഴിക്കാതെ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് കൊഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊളാറ്ററൽ ജോയിൻറ്റ് ഫാമിലി. The joint family where extents of the family is the along horizontal lines. That is, families of brothers live together. സഹവർത്തിത്വ സംയുക്ത കുടുംബം, അതായത് കുടുംബത്തിൻ്റെ വിപുലീകരണം തിരശ്ചീന രേഖയിലൂടെയാണ് വരുന്നത്. അതായത് സഹോദരങ്ങളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സംയുക്ത കുടുംബം അതിനെയാണ് കൊളാറ്ററൽ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ ഡിങ്സ്. ദ ഫാമിലീസ് വേർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ആർ ഏർണിംഗ് മെമ്പേഴ്സ് ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി ചിൽഡ്രൻ. ഡബിൾ ഇൻകം, നോ കിഡ്സ്. അതായത് ഡിങ്കുകൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ സമ്പാദിക്കുന്ന അംഗങ്ങളാണെങ്കിലും അവർക്ക് എന്തുണ്ടായിരിക്കില്ല, കുട്ടികളില്ലാത്ത കുടുംബമാണ് അവർക്ക് ഇരട്ട വരുമാനം ഉണ്ട്, രണ്ടു പേർക്കും വരുമാനമുണ്ട്, പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള വിഭാഗത്തിനെയാണ് ഡിങ്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 26ാമത്തത് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. എ ഫാമിലി ഇൻ വിച്ച് വൺ ഈസ് ബോൺ. ഓറിയന്റേഷൻ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിച്ച കുടുംബം. അപ്പം നമ്മളൊക്കെ ജനിച്ച ആ കുടുംബത്തിനെ പറയുന്ന പേരാണ് ഓറിയന്റേഷൻ, ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. ഇനി നെക്സ്റ്റ് 27. ദ ഫാമിലി ഇൻ ഇറ്റ്സ് മിനിമൽ ഫോം പ്രൈമർലി കൺസിസ്റ്റ് ഓഫ്. കുടുംബം അതിൻ്റെ ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളേണ്ടത് മിനിമം വേണ്ടത് ആരൊക്കെയാണ്? എ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദെയർ ചിൽഡ്രൻസ്. ഒരു ഭർത്താവ്, ഭാര്യ, അവരുടെ മക്കൾ, അവരടങ്ങുന്നതാണ് ഏറ്റവും കുറഞ്ഞ രൂപത്തിലുള്ള ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 28. എ ഫാമിലി യൂണിറ്റ് ഈസ് ജനറലി ഫോംഡ് ബൈ ദ ടൈപ്പിംഗ് ടുഗദർ ഓഫ് എ ലീഗലി വെഡഡ് കപ്പിൾ അണ്ടർ. നിയമപരമായി വിവാഹിതരായ ദമ്പതികളെ ഒന്നിച്ച് ചേർത്ത് ഒരു കുടുംബ യൂണിറ്റ് സാധാരണയായി രൂപീകരിക്കുന്നത് അതിനെ എന്ത് പറയാം? വൺ റൂഫ് എന്ന് പറയുന്നു. അതായത് നിയമപരമായിട്ട് ദമ്പതികളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അതിനെയാണ് വൺ റൂഫ്, ഒരു ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് സ്റ്റേറ്റ്സ് ദ ഫാമിലി ഈസ് ഫൗണ്ടഡ് എവ്രിവെയർ ഇൻ ദ യൂണിവേഴ്സ് വേർ ഹ്യൂമൻ ബീയിങ്സ് ലിവ് ഈസ് കോൾഡ്. മനുഷ്യർ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലായിടത്തും കുടുംബം കാണപ്പെടുന്നു എന്ന് പറയുന്ന സവിശേഷതയെ വിളിക്കുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ എല്ലാ ഭാഗത്തും കുടുംബങ്ങളെ കാണപ്പെടുന്നുണ്ട്. അതിനെ പ്രയോഗിക്കുന്നത് യൂണിവേഴ്സാലിസം, അതായത് സാർവത്രികത എന്നുള്ള പദമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ഫാമിലി മെമ്പേഴ്സ് ആർ ഇമോഷണലി ബോണ്ട് ടു ഈച്ച് അതർ ആൻഡ് ആർ റെഡി ടു മേക്ക് സാക്രിഫൈസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ആസ്. കുടുംബങ്ങൾ പരസ്പരം വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അംഗങ്ങളുടെ ക്ഷേമത്തിനായി അവർ ത്യാഗങ്ങൾ ചെയ്യുവാനും തയ്യാറാണ്. ഇത് ഏത് സ്വഭാവത്തിൻ്റെ
സവിശേഷതയാണ് ഈ പറയുന്നത്. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് കുടുംബങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബേസിസ്. ആൻസർ വൈകാരിക അടിസ്ഥാനം. ഇമോഷണൽ ബേസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് പരസ്പരം ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 31 ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ ഹാബിറ്റേഷൻ ഇംപ്ലൈസ് ദ ഫാമിലി മെമ്പേഴ്സ് യൂഷ്വലി ഷെയർ. ഒരു പൊതു ജീവിത വ്യവസ്ഥയുടെ സ്വഭാവം സൂചിപ്പിക്കുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള സാധാരണയായിട്ട് പങ്കിടുന്ന സ്ഥലം, കാര്യം. അതായത് കോമൺ ഹാബിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കോമൺ റെസിഡൻസ്. കോമൺ റെസിഡൻസ്, ഒരു പൊതു താമസ സ്ഥലം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 32. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദ ബയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഫാമിലി. കുടുംബത്തിൻ്റെ പ്രധാനവുമായിട്ടുള്ള ഒരു ബയോളജിക്കൽ ഫങ്ഷൻ, ജൈവികപരമായിട്ടുള്ള ധർമ്മം എന്താണ്? അത് ആൻസർ വരുന്നത് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ ഡിസയേഴ്സ്. ലൈംഗികാഭിലാഷങ്ങളുടെ സംതൃപ്തിയാണ് ബേസിക്കലി വരുന്ന പ്രധാനപ്പെട്ട കാര്യം. നെക്സ്റ്റ് വരുന്നത് 33 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് described as the next important biological function that gives birth to children, ensuring the perpetuation of the human race? താഴെ പറയുന്നവയിൽ ഏതാണ് കുട്ടികൾക്ക് ജന്മം നൽകുന്നതും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജൈവശാസ്ത്രപരമായ പ്രവർത്തനം? അത് ഏതാണ്? ആൻസർ വരുന്നത് ദ ഫങ്ഷൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഏതാണ്? റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇൻഹെറിറ്റിംഗ് ദ ഫാമിലി ലെഗസി, പുനരുൽപാദനത്തിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം അവകാശമാക്കുക. ഈ പ്രവർത്തനമാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 34 ക്വസ്റ്റ്യൻ. ദ മോഡേൺ ഫാമിലി ഹാസ് ബിക്കം ഡാഷ് സെൻട്രിക്. ആധുനിക കുടുംബം ഡാഷ് കേന്ദ്രീകൃതമായിട്ടാണ് അറിയപ്പെടുന്നത്. ആൻസർ വരുന്നത് ചൈൽഡ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ. ആധുനിക കുടുംബം ഒരു വ്യക്തി കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത്. നെക്സ്റ്റ് വരുന്നത് 35 ക്വസ്റ്റ്യൻ. ദ ഹെഡ് ഓഫ് ഫാമിലി ടൈപ്പിക്കലി ടേക്സ് അപ്പ് എ ജോബ്, ബിസിനസ് ഓർ ഓക്യുപ്പേഷൻ ഫോർ ദ കളക്റ്റീവ് എഫോർട്ട് ഓഫ് പ്രൊവൈഡിങ് ഫോർ മെമ്പേഴ്സ് ഫുൾഫില്ലിംഗ് ദ ഡാഷ്. ഒരു കുടുംബനാഥൻ സാധാരണയായി അംഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനായി, കൂട്ടായ പരിശ്രമത്തിനായി ഒരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലുകൾ എടുക്കുന്നുണ്ട്. ഇത് ഏത് ഫങ്ഷൻസിൻ്റെ കീഴിലാണ് വരുന്നത്? ഏതാണ് ആൻസർ? എക്കണോമിക് ഫങ്ഷൻ, സാമ്പത്തിക ധർമ്മം എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 36 ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ്മെന്റ് ദ ചൈൽഡ് ബിക്കംസ് അവെയർ ഓഫ് ദ മെറ്റീരിയൽ ആസ് വെൽ ആസ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ് എ കീ ആസ്പെക്ട് ഓഫ് വിച്ച് ഫാമിലി ഫങ്ഷൻ. ഭൗതിക സംസ്കാരത്തെക്കുറിച്ച് ഭൗതികേതര സംസ്കാരത്തെക്കുറിച്ചും കുട്ടി ബോധവാന്മാരാകുന്നു. ഈ ഒരു പ്രസ്താവന ഏത് കുടുംബധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് വരുന്നത്? ആൻസർ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ, ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് 37. ദ ഫങ്ഷൻ ഓഫ് ദ ഫാമിലി ദാറ്റ് പ്രൊവൈഡ്സ് ഇമോഷണൽ സപ്പോർട്ട്, സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ടു എ പേഴ്സൺ ഈസ് ദ ഡാഷ്. ഒരു വ്യക്തിക്ക് വൈകാരിക പിന്തുണ, സ്ഥിരത, സുരക്ഷ എന്നിവ നൽകുന്ന കുടുംബത്തിൻ്റെ ധർമ്മം എന്താണ്? ആൻസർ വരുന്നത് സൈക്കോളജിക്കൽ ഫങ്ഷൻ, മാനസിക ധർമ്മം. നെക്സ്റ്റ് 38 ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് ഫാമിലി ഇൻ വിച്ച് ദ മദർ ഈസ് ദ സെൻട്രൽ ഫിഗർ ആൻഡ് ഹാസ് സുപ്രീം അതോറിറ്റി ഈസ് കോൾഡ്. അമ്മ കേന്ദ്രബിന്ദുവും പരമോന്നത അധികാരവുമുള്ള കുടുംബം തരം അറിയപ്പെടുന്നത് മാട്രിയാർക്കൽ ഫാമിലി, മാതൃ ആധിപത്യ കുടുംബം എന്നാണ് അറിയുന്നത്. നെക്സ്റ്റ് വരുന്നത് 39 ക്വസ്റ്റ്യൻ. ദ ട്രഡീഷണൽ ഫാമിലി സ്ട്രക്ചർ ഇൻ ദ ഹാസ് ബീൻ തോട്ട് ടു ബി ദാറ്റ് ഓഫ് എ ഡാഷ്. ഇന്ത്യയിലെ പരമ്പരാഗത കുടുംബഘടന ഏതാണ്? ആൻസർ ജോയിൻറ്റ് ഫാമിലി, കൂട്ടുകുടുംബമാണ് വരുന്നത്.
നെക്സ്റ്റ് 40th question. In modern times, the size of the family has been considerably reduced, മെയിൻലി ഡ്യൂ ടു ദ ഇമ്പാക്ട് ഓഫ് ഡാഷ്. ആധുനിക കാലത്ത് കുടുംബത്തിൻ്റെ വലുപ്പം ഗണ്യമായി കുറഞ്ഞു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ വരുന്നത് അർബണൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും കാരണമായിട്ടാണ് കുടുംബത്തിൻ്റെ വലുപ്പം, അതായത് ന്യൂക്ലിയർ ഫാമിലികൾ ധാരാളമായിട്ട് വളർന്നു വന്നത്. നെക്സ്റ്റ് വരുന്നത് 41th ക്വസ്റ്റ്യൻ. ദ മോഡേൺ ഫാമിലി ഹാസ് ബിക്കം സെൻട്രിക് ഓൺ ഡാഷ്. ആധുനിക കുടുംബം ഡാഷ് എന്നതിൽ കേന്ദ്രീകൃതമായി കൊണ്ടിരിക്കുന്നു. ആൻസർ സെൽഫ് ഇൻട്രസ്റ്റ്. സ്വയം താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആധുനിക കുടുംബങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 42th ക്വസ്റ്റ്യൻ. ദ ഇൻക്രീസ് ഇൻ ദ പ്രോബ്ലംസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി, സെപ്പറേഷൻ ആൻഡ് ഡിവോഴ്സ് ദ വെസ്റ്റേൺ കൺട്രീസ് ഈസ് പ്രൈമർലി ആട്രിബ്യൂട്ടഡ് ടു ഡാഷ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അസ്ഥിരത, വേർപിരിയൽ, അതുപോലെ തന്നെ വിവാഹമോചനങ്ങൾ തുടങ്ങിയ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ അവ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആൻസർ വരുന്നത് മ്യൂച്വൽ ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ കപ്പിൾസ്. ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിയോജിപ്പാണ് ഇതിനുള്ള കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 13th ചാപ്റ്ററിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് 14th ചാപ്റ്റർ ആണ്. കിങ്ഷിപ്പ് ഈസ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ബ്ലഡ് ടൈസ് ഓർ മാരേജ്. കിങ്ഷിപ്പ് എന്നുള്ള പാഠത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എ പേഴ്സൺ എസ്റ്റാബ്ലിഷ് വിത്ത് അതേഴ്സ്? ഒരു വ്യക്തി മറ്റുള്ളവരുമായി സ്ഥാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഏതാണ്? കിൻഷിപ്പ് റിലേഷൻ. ആൻസർ ബന്ധുത്വം എന്നുള്ളതാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് കിൻഷിപ്പ് ബേസ്ഡ് ഓൺ മാരേജ് ഈസ് നോൺ ആസ്. വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധുത്വത്തിൻ്റെ തരം അത് എന്താണ് അറിയപ്പെടുന്നത്? ആൻസർ അഫിനൽ കിൻഷിപ്പ് എന്നാണ് അറിയുന്നത്. ഇനി മൂന്നാമത്തത് കൺസഗ്നൽ കിൻഷിപ്പ് ഈസ് കോമൺലി നോൺ ആസ്. രക്തബന്ധം എന്നുള്ള സാധാരണയായിട്ട് അറിയപ്പെടുന്നത്, അതായത് കൺസഗ്നൽ കിൻഷിപ്പ് അറിയപ്പെടുന്നത് എന്താണ്? അത് ബ്ലഡ് റിലേഷൻ. ആൻസർ ബ്ലഡ് റിലേഷൻ. രക്തബന്ധം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്, എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് 4th ക്വസ്റ്റ്യൻ. ദ ഫാമിലി ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ബോൺ ആൻഡ് ബ്രോഡ് അപ്പ് ഈസ് കോൾഡ് ദ ഡാഷ്. ഒരു വ്യക്തി ജനിച്ചു വളർന്ന കുടുംബത്തെ എന്താണ് അറിയപ്പെടുക? ആൻസർ ഫാമിലി ഓറിയന്റേഷൻ എന്നാണ് പറയുന്നത്. ഇനി 5th അഞ്ചാമത്തത്. വാട്ട് കൈൻഡ് ഓഫ് കൈൻഷിപ്പ് ടേം ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ടു ഓർ മോർ elementary term such as wife's sister or brother's wife. ഭാര്യയുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യ പോലുള്ള രണ്ടോ അതിലധികമോ പ്രാഥമിക പദങ്ങൾ സംയോജിപ്പിച്ചുള്ള ബന്ധുത്വ പദം അത് ഏതാണ്? ആൻസർ ഡിസ്ക്രിപ്റ്റീവ് ടേംസ് എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കോൺസെപ്റ്റ് ബിസൈഡ്സ് ഡിസെന്റ് ഈസ് ആൾസോ റിലേറ്റഡ് ടു ദ റൂൾ ഓഫ് ഡിസെൻസ്. വംശാവലി കൂടാതെ ഏത് ആശയമാണ് ഈ ഒരു വംശാവലിയുടെ നിയമങ്ങളുമായിട്ട് പ്രധാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് വരുന്നത് സക്സഷൻ. ആൻസർ സക്സഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്, പിന്തുടർച്ച, അതുപോലെ അനന്തരാവകാശം. ഇവയാണ് വംശ പരമ്പരയുടെ നിയമങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കൺഷിപ്പ് ബേസ്ഡ് ഓൺ ഡിസെന്റ് ഈസ് നോൺ ആസ് ഡാഷ് കൺഷിപ്പ്. വംശാവലി അടിസ്ഥാനമാക്കിയുള്ള ബന്ധുത്വം ഡാഷ് രക്തബന്ധം എന്നറിയപ്പെടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കൺസഗ്നസ് കൈൻഷിപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ.
എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫാമിലി ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ബോൺ ഈസ് ഹിസ്. ഒരു വ്യക്തി ജനിച്ച കുടുംബത്തിന് അറിയപ്പെടുന്നത് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കൈൻഷിപ്പ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഡാഷ്. വ്യക്തിക്കും അതുപോലെ തന്നെ ഡാഷ് ഗ്രൂപ്പും. കൈൻഷിപ്പിന് അതുമായി ബന്ധപ്പെട്ടതാണ് വ്യക്തികൾ അതുപോലെ തന്നെ ഗ്രൂപ്പ്. നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ കൈൻഷിപ്പ് term which are formed by joining suffix and prefix to the elementary kinship term are called dash kinship terms. പ്രാഥമിക ബന്ധുത്വ പദങ്ങളുടെ പ്രത്യയങ്ങളും ഉപസർഗങ്ങളും ചേർത്ത് രൂപപ്പെടുന്ന ഒരു ബന്ധുത്വ പദത്തിനെ വിളിക്കുന്ന പേര്, അതിനുപയോഗിക്കുന്ന പദം ഏതാണ്? ആൻസർ ഡെറിവേറ്റീവ്. അതായത് പ്രാഥമിക ബന്ധുക്കൾ പിന്നെ അതിന് വരുന്ന സെക്കൻഡറി ബന്ധുക്കൾ, അവർ ചേർന്ന് വരുന്ന ബന്ധുക്കൾ തമ്മിലുള്ള പദം ഉപയോഗിക്കുന്നതാണ് ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം ഡാഷ് ഡിസ്ക്രൈബ് എ പേഴ്സൺ ബിലിറ്ററൽ സെറ്റ് ഓഫ് റിലേറ്റീവ്സ്. ഡാഷ് എന്ന പദം ഒരു വ്യക്തിയുടെ ഉഭയകക്ഷി ബന്ധുക്കളുടെ കൂട്ടത്തെയാണ് വിവരിക്കുന്നത്. അത് ഏതിനാണ്? കൈൻഡ്രേഡ് അതായത് ബന്ധുക്കൾ എന്നുള്ള പദം അത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ കൈൻഷിപ്പ് യൂസേജ് ഈസ് വിച്ച് ടു കൈൻസ്മെൻ ഡു നോട്ട് അഡ്രസ് ഈച്ച് അതർ ഡയറക്ട്ലി ഈസ് കോൾഡ്. രണ്ട് ബന്ധുക്കൾ പരസ്പരം നേരിട്ട് അഭിസംബോധന ചെയ്യാത്ത, അത് നേരിട്ട് ബന്ധമില്ലാത്ത ബന്ധുത്വത്തിനെ വിളിക്കുന്നതാണ് ടെക്നോണമി എന്നാണ് വിളിക്കുന്നത്. ടെക്നോണമി എന്നാണ് ആ ബന്ധത്തിനെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൈൻഷിപ്പ് യൂസേജ് ഇൻ വിച്ച് ദ മെറ്റേണൽ അങ്കിൾ പ്ലേസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഈസ് ടേംഡ് ആസ്. മാതൃ സഹോദരൻ പ്രധാന പങ്ക് വഹിക്കുന്ന ബന്ധത്വ പ്രയോഗത്തെ എന്താണ് വിളിക്കുക? അവൻകുലേറ്റ്. ആൻസർ അവൻകുലേറ്റ് എന്നാണ് പറയുക. നെക്സ്റ്റ് 14ാമത്തത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. റൂൾസ് ഓഫ് ഡിസെൻറ്റ് കണക്ട് ആൻ ഇൻഡിവിജ്വൽ ടു എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് കിൻസ് ഓൺ ദ ബേസിസ് ഓഫ് ആൻസെസ്റ്ററി. ഒരു പരമ്പരയുടെ വംശത്തിൻ്റെ നിയമങ്ങൾ പൂർവികരുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക കൂട്ടം ബന്ധുക്കളായിട്ട് ബന്ധിപ്പിക്കുന്നു. അത് ട്രൂ ആണ്, ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് 15ാമത്തത്, അമിറ്റേറ്റ് ഈസ് കൈൻഷിപ്പ് യൂസേജ് വിച്ച് അസൈൻ സ്പെഷ്യൽ റോൾ ടു വൺസ് ഫാദേഴ്സ് സിസ്റ്റർ. ഒരാളുടെ പിതാവിൻ്റെ സഹോദരിക്ക് പ്രത്യേക പങ്ക് നൽകുന്ന ഒരു ബന്ധുത്വ പ്രയോഗത്തെയാണ് അമിറ്റേറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ട്രൂ ഓർ ഫാൾസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് എ പേഴ്സൺ ഗ്രാൻഡ് ഫാദർ ഈസ് ഹിസ് പ്രൈമറി കൺസഗ്നൽ കെയിൻ. ഒരു വ്യക്തിയുടെ മുത്തച്ഛൻ അയാളുടെ പ്രാഥമിക രക്തബന്ധുവാണ് എന്ന പ്രസ്താവന അത് ശരിയാണോ തെറ്റാണോ? ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ, കൈൻഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ബ്ലഡ് ഓർ മാരേജ്. രക്തബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധം അടിസ്ഥാനമാക്കിയുള്ള ബന്ധമാണ് കൈൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാരേജ്, ബ്ലഡ്, അതുപോലെ തന്നെ അഡോപ്ഷൻ, നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രൂ, അത് ശരിയാണ്. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡിസ്ക്രിപ്റ്റീവ് ടേം അപ്ലൈസ് ടു വൺ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്പെസിഫിക് സ്റ്റാറ്റസ്. ഒരു പ്രത്യേക പദവിയിലുള്ള ഒരു ബന്ധുവിന് വിവരണാത്മക പദം ഡിസ്ക്രിപ്റ്റീവ് ടേം പദം ബാധകമാണ്. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ, അഫിനൽ കൈൻസ് റിലേറ്റഡ് ബൈ മാരേജ്. അഫിനൽ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ വിവാഹബന്ധമുള്ള ബന്ധുക്കളെയാണ് അഫിനൽ ബന്ധുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 20ാമത്തത്, അമിറ്റേറ്റ്.
അമിറ്റേറ്റ് എന്ന് പറഞ്ഞ് ഓരോ ബന്ധത്തിൻ്റെ പേര് പറയാണ്. അമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ്ഷിപ്പ് ബിഹേവിയർ വിച്ച് ഗിവ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ടു ഫാദേഴ്സ് സിസ്റ്റർ. പിതാവിൻ്റെ സഹോദരിക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ബന്ധുത്വം, അതിനെയാണ് അമിറ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ, അവൻകുലേറ്റ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, അവൻകുലേറ്റ്. കൈൻഡ്ഷിപ്പ് ബിഹേവിയർ വിച്ച് ഗിവ്സ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ടു മെറ്റേണൽ അങ്കിൾ. മാതൃ സഹോദരന് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ബന്ധുത്വം. മാതൃ സഹോദരന് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ബന്ധത്തെയാണ് അവൻകുലേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 22, 22ാമത്തത്, ബിലേറ്ററൽ കൈൻഡ്ഷിപ്പ്. ബിലേറ്ററൽ കൈൻഡ്ഷിപ്പ്. കൈൻഡ്ഷിപ്പ് ബേസ്ഡ് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഓർ ഡിസെൻഡ് either equally through both the female and the male lines or in a manner which does not emphasize either line. ഇവിടെ ബിലേറ്ററൽ കൈൻഡ്ഷിപ്പ്, ഉഭകക്ഷി ബന്ധുത്വം എന്നാൽ സ്ത്രീ പുരുഷ വംശങ്ങൾ വഴിയോ അല്ലെങ്കിൽ രണ്ട് വംശങ്ങൾക്കും പ്രാധാന്യം നൽകാത്ത വിധത്തിലോ സ്വത്തവകാശത്തിൻ്റെയോ വംശാവലിയുടെയോ കൈമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതാ ബന്ധുത്വം. അതിനെയാണ് ബിലേറ്ററൽ കൈൻഡ്ഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 23, 23ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാൻ ഓർ സിബ്. ക്ലാൻ ഓർ സിബ് അതായത് എ യൂണിലൈനൽ എക്സോഗമസ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റീവ്സ് who trace their descent from a common ancestor who may have existed in a mythological past. The ancestor might even be a legendary supernatural character, a plant or and an animal. ഒരു വംശം അല്ലെങ്കിൽ സിബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരാണ ഭൂതകാലത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതു പൂർവികനിൽ നിന്നുള്ള വംശാവലി കണ്ടെത്തുന്ന ഒരു ഏകീകൃതമായിട്ടുള്ള എക്സോഗമസ് ബന്ധുക്കളുടെ കൂട്ടം, അതിനെയാണ് ക്ലാൻ അല്ലെങ്കിൽ സിബ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു പൂർവികർ അത് ഒരു ഐതിഹാസികമായിട്ടുള്ള അമാനുഷിക കഥാപാത്രമായിരിക്കാം, ഇനി അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, സസ്യം, അല്ലെങ്കിൽ ആൻ അനിമൽ, ഒരു മൃഗം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വംശാവലിയാണ് ക്ലാൻ ഓർ സിബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 24, 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫിക്കറ്ററി ടേംസ്. ക്ലാസിഫിക്കറ്ററി ടേംസ്. എ കൈൻഡ്ഷിപ്പ് ടേം ദാറ്റ് റെഫേഴ്സ് ടു ഓർ ഡിസൈൻസ് സെവറൽ റിലേറ്റീവ്സ്. എക്സാമ്പിൾ അങ്കിൾ, ആൻറ്റി, എക്സെട്ര. അമ്മാവൻ അല്ലെങ്കിൽ അമ്മായി തുടങ്ങിയ നിരവധി ബന്ധുക്കളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബന്ധുത്വ പദം, അതാണ് ക്ലാസിഫിക്കേറ്ററി ടേംസ് എന്ന് പറയുന്നത്, ടീംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 25, കൺസഗ്നൽ കൈൻഡ്സ്. കൈൻഡ്സ് റിലേറ്റഡ് ബൈ ബ്ലഡ് ഓർ കോമൺ ആൻസെറ്റർ. അതായത് രക്തബന്ധമുള്ള ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ളതോ അല്ലെങ്കിൽ പൊതു പൂർവികൻ മൂലമോ നേരിട്ട് ബന്ധപ്പെടുന്ന ബന്ധുക്കൾ, അവരെയാണ് കൺസഗ്നൽ കൈൻഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 26, 26ാമത്തെ ക്വസ്റ്റ്യൻ, കുവാഡ്. 26ാം ക്വസ്റ്റ്യൻ ആരാണ്? കുവാഡ്. കൈൻഡ്ഷിപ്പ് ബിഹേവിയർ ഇൻ വിച്ച് എ ഹസ്ബൻഡ് ഫോളോസ് എ സിമിലാർ പാറ്റേൺ ഓഫ് ബിഹേവിയർ including dietary restriction as those followed by his pregnant wife in childbirth. കുവാഡ എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ ഭാര്യ പ്രസവിക്കുമ്പോൾ അവരെ ആ സ്ത്രീ പിന്തുടരുന്ന ഭക്ഷണ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള സമാനമായ പെരുമാറ്റ രീതി പിന്തുടരുന്ന ഭർത്താവ്, ഈ ഒരു ബന്ധുത്വ പെരുമാറ്റത്തെയാണ് കുവാഡ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 27, 27, ഡിസ്ക്രിപ്റ്റീവ് ടേം. സ്പെസിഫിക് ടേം ഫോർ സ്പെസിഫിക് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്. വിവരണാത്മകമായിട്ടുള്ള ടേം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട വ്യക്തിഗത ബന്ധത്തിനുള്ള പ്രത്യേക പദം, അതാണ് ഡിസ്ക്രിപ്റ്റീവ് ടേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് വരുന്നത് 28 ഈഗോ. എ പേഴ്സൺ ഹൂ ഈസ് ദ ബേസിക് പോയിന്റ് ഓഫ് റെഫറൻസ് ഈസ് ഇൻ ഡിറ്റർമൈനിങ് ആൻഡ് ട്രേസിങ് കൈൻഡ്ഷിപ്പ്. ബന്ധുത്വം നിർണ്ണയിക്കുന്നതിലും കണ്ടെത്തുന്നതിലും അടിസ്ഥാന റഫറൻസ് പോയിന്റായ വ്യക്തി, അതാണ് ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 29 ക്രോസ് കസിൻ. ചിൽഡ്രൻ ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. സഹോദരി സഹോദരന്മാര്, അവരെയാണ് ക്രോസ് കസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. കൈൻഡ്രഡ്. ദ ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റീവ്സ് ബൈ ബിലാറ്ററൽ ഡീസെന്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റിലേറ്റീവ്സ് ഓഫ് ബോത്ത് ദ പാരൻസ്. കിൻഡ്രഡ് കിൻഡ്രഡ് എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി വംശാവലി പ്രകാരം ബന്ധുക്കളെ തരംതിരിക്കുന്നത്. ഇതിൽ രണ്ട് മാതാപിതാക്കളുടെയും ബന്ധുക്കൾ ഉൾപ്പെടുന്നുണ്ട്. രണ്ട് മാതാപിതാക്കളുടെയും ബന്ധുക്കൾ ഇതിൽ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലൈനേജ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വരുന്നത് 31ാമത്തത് ലൈനേജ്. ലൈനേജ് എന്ന് പറഞ്ഞാൽ എ കൺസിഗ്നൽ കെൻ ഗ്രൂപ്പ് റിസൾട്ടിങ് ഫ്രം അൺലൈനർ ഡീസെന്റ്. The common ancestor of lineage member is usually an actual and remembered person. It is an exogamous group. ഏകരേഖ വംശാവലിയിൽ നിന്നുണ്ടാകുന്ന ഒരു രക്തബന്ധമുള്ള ബന്ധുത്വം, അതാണ് ലൈനേജ് എന്ന് പറയുന്നത്. ഇത് വംശാവലിയുടെ അംഗങ്ങളുടെ പൊതുപൂർവികൻ സാധാരണയായി ഒരു യഥാർത്ഥവും അല്ലെങ്കിൽ പ്രത്യേകം ഓർമ്മിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു എക്സോഗമസ് ഗ്രൂപ്പാണ്, അന്യജാതി ഗ്രൂപ്പാണ് ഇത് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 32ാമത്തത് മാട്രി ലൈനേജ്. 32ാമത്തത് മാട്രി ലൈനേജ്. ട്രാൻസ്മിഷൻ ഓഫ് അതോറിറ്റി, ഇൻഹെറൻസ് ഓഫ് ഓർ ഡീസെന്റ് പ്രൈമർലി ത്രൂ ഫീമെയിൽസ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് യൂട്രൈൻ ഡീസെന്റ്. അതായത് വൈവാഹിക വംശാവലി. ഇത് പ്രാഥമികമായി സ്ത്രീകളിലൂടെയുള്ള അധികാരം, അതുപോലെ അനന്തരാവകാശം അല്ലെങ്കിൽ വംശാവലി എന്നിവയുടെ കൈമാറ്റം, അതാണ് മാട്രി ലൈനേജ് എന്ന് പറയുന്നത്. ഇതിന് ഗർഭാശയ വംശാവലി എന്നുള്ള പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് 33ാമത്തെ ക്വസ്റ്റ്യൻ. 33ാമത്തത് മൊയ്റ്റി. 33ാമത്തത് മൊയ്റ്റി. എ primary social division in which the tribe is made up of two groups, each one of which is called a moiety. ഗോത്രം രണ്ട് ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാഥമിക സാമൂഹിക വിഭജനമാണ് മൊയ്റ്റിയിൽ വരുന്നത്. ഇവയിൽ ഓരോന്നിനെയും ഒരു മൊയ്റ്റി എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 34ാമത്തെ പാട്രി ലൈനേജ്. പാട്രി ലൈനേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് നെയിം, പ്രോപ്പർട്ടി ഓർ അതോറിറ്റി ത്രൂ മെയിൽസ്. പാട്രിലിനൽ ഡീസെന്റ് ഈസ് ആൾസോ കോൾഡ് അഗ്നാറ്റിക് ഡീസെന്റ്. പിതൃവംശം, അതായത് പുരുഷന്മാരിലൂടെ പേര്, സ്വത്ത്, അധികാരം എന്നിവ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഇത്. പിതൃവംശ പരമ്പരയെ അഗ്നാറ്റിക് വംശം, അഗ്നാറ്റിക് ഡീസെന്റ് എന്ന് പേരിലും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് 35ാമത്തത് ഫാട്രി. ഫാട്രി എന്ന് പറഞ്ഞാൽ ആൻ എക്സോഗമസ് യൂണിലൈനർ സബ് ഡിവിഷൻ ഓഫ് ട്രൈബ്. എ ഫാട്രി ഈസ് ഓഫൻ ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ക്ലാൻസ് ഓർ സിബ്സ്. ഗോത്രത്തിൻ്റെ ഒരു ബാഹ്യമായ ഏകരേഖീയ ഉപവിഭാഗമാണ് പാട്രി എന്നുള്ളത്. ഈ ഫാട്രിയെ പലപ്പോഴും നിരവധി വംശങ്ങളായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 30ാമത്തത് സിബ്ലിങ്സ്. ചിൽഡ്രൻ ബോൺ ഓഫ് ദ സെയിം പാരൻസ്. ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച കുട്ടികൾ, അവർ നമ്മളെന്ത് പറയും? സഹോദരങ്ങൾ എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് 37ാമത്തത് ടെക്നോമി. ടെക്നോമി എന്ന് പറഞ്ഞാൽ
kinship behavior under which kinsmen do not address each other directly. ബന്ധുക്കൾ പരസ്പരം നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ബന്ധുത്വ സ്വഭാവമുള്ള വിഭാഗം, അതിനെയാണ് ടെക്നോണമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 38-ാമത്തത് യൂണിലൈൻ ഡീസെന്റ്, സക്സഷൻ, അതുപോലെ തന്നെ ഡീസെന്റ് ആൻഡ് ഇൻഹിറൻസ് ത്രൂ എയ്തർ ദ ഫാദേഴ്സ് ഓർ മദേഴ്സ് ലൈൻ അലോൺ. ഏകരേഖീയ വംശം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയോ അമ്മയുടെയോ വംശത്തിലൂടെ മാത്രം പിന്തുടർച്ച വംശാവലി അനന്തരാവകാശം വരിക, ഇതിനെയാണ് യൂണിലൈനൽ ഡീസെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 39-ാമത്തത് വാട്ട് ഈസ് ദ കാറ്റഗറി ഓഫ് കൈൻഷിപ്പ് ടേംസ് ദാറ്റ് അപ്ലൈസ് ടു പേഴ്സൺ ഓഫ് ടു ഓർ മോർ കിൻഷിപ്പ് കാറ്റഗറീസ് സച്ച് ആസ് കസിൻ ഓർ അങ്കിൾ. കസിൻ എന്നോ അല്ലെങ്കിൽ അമ്മാവൻ പോലുള്ള രണ്ടോ അതിലധികമോ ബന്ധുത്വ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾക്ക് ബാധകമാകുന്ന ബന്ധുത്വ പദങ്ങളുടെ വിഭാഗം അതേതാണ്? ആൻസർ ക്ലാസിഫിക്കേറ്ററി. നെക്സ്റ്റ് വരുന്നത് 40-ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി മാക്സിമം ടൈപ്പ് ഓഫ് പ്രൈമറി കിൻസ് ക്യാൻ എ പേഴ്സൺ ഈഗോ ഹാവ്? ഒരു വ്യക്തിക്ക് പരമാവധി എത്ര പ്രാഥമിക ബന്ധുക്കളാണ് ഉണ്ടാകുന്നത്? ആൻസർ 7. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മദർ, 2 ഫാദർ, 3 സൺ, അതുപോലെ 4 ഡോട്ടർ, നെക്സ്റ്റ് ബ്രദർ, അതുപോലെ തന്നെ സിസ്റ്റർ. ഇനി നെക്സ്റ്റ് വരുന്നത് ഹസ്ബൻഡ് ഓർ വൈഫ്. ഇങ്ങനെ 7 പ്രാഥമിക ബന്ധമാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് 41-ാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സെക്കൻഡറി കിൻസ് ആർ ഡിഫൈൻഡ് ആസ് ദ ഡാഷ്. ഒരു വ്യക്തിയുടെ ദ്വിതീയ ബന്ധുക്കളെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? പ്രൈമറി കിൻസ് ഓഫ് ദെയർ ഫസ്റ്റ് ഡിഗ്രി കിൻസ്. അവരുടെ ഒന്നാം തരത്തിൽ വരുന്ന ബന്ധുക്കളുടെ പ്രാഥമിക ബന്ധുക്കൾ എന്നാണ് പറയുക. നെക്സ്റ്റ് 42-ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാക്സിമം നമ്പർ ഓഫ് ടൈപ്പ് ഓഫ് ടെർഷറി കിൻസ് ഈസ് സ്റ്റേറ്റഡ് ടു ബി ഡാഷ്. തൃതീയ ബന്ധുക്കളുടെ പരമാവധി എണ്ണം എപ്രകാരമാണ് പ്രസ്താവിച്ചിരിക്കുന്നത്? ആൻസർ 151, 151. നെക്സ്റ്റ് വരുന്നത് 43-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ മേജർ ഫങ്ഷൻ ഓഫ് കിൻഷിപ്പ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഈസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ദം വിത്ത് വാട്ട് 2 തിങ്സ് ബിസൈഡ്സ് ഐഡന്റിറ്റി. ഒരു വ്യക്തിക്ക് ബന്ധുത്വത്തിൻ്റെ ഒരു പ്രധാന ധർമ്മം അതവർക്ക് എന്ത് 2 കാര്യങ്ങളാണ് നൽകുന്നത്? 2 കാര്യങ്ങൾ. ഒന്നാമത്തത് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ രണ്ടാമത് സെക്യൂരിറ്റി, പദവിയും സുരക്ഷയുമാണ് നൽകുന്നത്. നെക്സ്റ്റ് വരുന്നത് 44, 44-ാമത്തെ ക്വസ്റ്റ്യൻ. 44-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്നെ 44-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നെ പാർസണൽ in a personal decent system, but 3 things does a man's son inherent from him. ഒരു പിതൃവംശാവലി സമ്പ്രദായത്തിൽ ഒരു പുരുഷന്റെ മകന് അവനിൽ നിന്ന് പാരമ്പര്യമായി ലഭിക്കുന്ന 3 കാര്യങ്ങൾ ഏതെല്ലാമാണ്? അത് വരുന്നത് സ്റ്റാറ്റസ്, നെയിം ആൻഡ് പ്രോപ്പർട്ടി, പദവി, പേര്, സ്വത്ത്. ഈ 3 കാര്യങ്ങളാണ് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് 14-ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 16-ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് റെഫേഴ്സ് ടു മെറ്റീരിയൽ പൊസിഷൻസ് സച്ച് ആസ് പ്രോപ്പർട്ടി, ലൈഫ് സ്റ്റോക്സ്, അതുപോലെ തന്നെ ലാൻഡ്, മണി ആൻഡ് ജ്വല്ലറി. സാമൂഹിക വർഗീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വത്ത്, കന്നുകാലികൾ, ഭൂമി, പണം, ആഭരണങ്ങൾ
തുടങ്ങിയ ഭൗതിക സ്വത്തുക്കളെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ആൻസർ വെൽത്ത്, സമ്പത്ത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത്, ദ പ്രിവിലേജസ് പീപ്പിൾ ഹാവ് ആർ പ്രൈമർലി ആൻ ഔട്ട്കം ഓഫ് ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിച്ച് ത്രീ മെയിൻ കോൺസെപ്റ്റ്സ്. ആളുകൾക്ക് ലഭിക്കുന്ന പദവികൾ പ്രധാനമായും ഏത് മൂന്ന് പ്രധാന ആശയങ്ങളുടെ അസമമായിട്ടുള്ള വിതരണത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ആൻസർ മൂന്നെണ്ണം. 1 പവർ, 2 വെൽത്ത്, 3 പ്രസ്റ്റേജ്. അധികാരം, സമ്പത്ത്, അന്തസ്സ്, 3 കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ഈസ് ഡിസ്റ്റിങ്ഷ്ഡ് ഫ്രം പവർ ബൈ സോഷ്യോളജിസ്റ്റ് വെൻ ദ എക്സൈസ് ഓഫ് പവർ ഈസ് ഡാഷ്. അധികാരം പ്രയോഗിക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞർ അധികാരത്തിൽ നിന്ന്, അതായത് പവറിൽ നിന്ന് അതോറിറ്റിയെ എങ്ങനെയാണ്, ഏത് അടിസ്ഥാനത്തിലാണ് വേർതിരിക്കുന്നത്? ആൻസർ വരുന്നത് ലെജിറ്റമേറ്റ്, നിയമാനുസൃതമായിട്ടുള്ള അധികാരങ്ങളാണ്. പവർ ആണെങ്കിലാണ് അവർ ആ പവറിനെ വേർതിരിച്ച് കാണുന്നത്. നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഡിഫൈനിങ് ദ ടു മ്യൂച്വലി ഓപ്പോസിറ്റ് സോഷ്യൽ കാറ്റഗറീസ്, അതായത് ക്ലാസസ് ഇൻ സൊസൈറ്റി? കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലെ പരസ്പര വിരുദ്ധമായ 2 സാമൂഹിക വിഭാഗങ്ങളെ നിർവചിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ദ ഓണർഷിപ്പ് ആൻഡ് നോൺ ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനോൽപാദികളുടെ ഉടമസ്ഥതയും അതുപോലെ തന്നെ മീൻസ്, ഓണർഷിപ്പ് ആൻഡ് നോൺ ഓണർഷിപ്പ്, ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തത്, ഇൻ മാർക്സ് വ്യൂ വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ ക്ലാസ് ദാറ്റ് ഓൺസ് ആൻഡ് കൺട്രോൾസ് ദ റിസോഴ്സസ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. മാർക്സിൻ്റെ വീക്ഷണത്തിൽ വിഭവങ്ങളുടെയും ഉൽപാദന മീൻസുകളുടെയും ഉടമസ്ഥതയുടെ നിയന്ത്രണം വഹിക്കുന്ന വർഗത്തിനെ, ക്ലാസ്സിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? അപ്പോൾ അതായത് ഉടമസ്ഥത, നിയന്ത്രണം, സമ്പത്ത്, ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏത് വിഭാഗമാണ്? ആൻസർ റൂളിംഗ് ക്ലാസ്, ഭരണവർഗമാണ്. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ, മാർക്സ് ആർഗ്യൂസ് ദാറ്റ് എക്കണോമിക് പവർ ലീഡ്സ് ടു വാട്ട് അതർ ടൈപ്സ് ഓഫ് പവർ വിച്ച് ഹെൽപ്പ് ദ ഡൊമിനന്റ് ക്ലാസ് കൺസോളിഡേറ്റ് ഇറ്റ്സ് കൺട്രോൾ. ഒരു പ്രബല വർഗത്തിൻ്റെ നിയന്ത്രണം ഏകീകരിക്കുവാൻ സഹായിക്കുന്ന മറ്റ് ഏത് തരത്തിലുള്ള ശക്തികളിലേക്കാണ് സാമ്പത്തിക ശക്തി നയിക്കുമെന്ന് കാറൽ മാർക്സ് വാദിക്കുന്നത്? അത് വരുന്നത് ലീഗൽ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ പവർ. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ പവർ, രാഷ്ട്രീയവും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ശക്തി ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ കാര്യം, വാട്ട് ടേം ഡസ് മാർക്സ് യൂസ് ഫോർ ദ സൊസൈറ്റി ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ വേർ ദർ വർ നോ ക്ലാസസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ലോ ഓർ സ്റ്റേറ്റ്സ്. അതായത് മനുഷ്യ പരിണാമത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്വകാര്യ സ്വത്തോ അതുപോലെ തന്നെ നിയമമോ രാഷ്ട്രമോ ഇല്ലാതിരുന്ന സമൂഹത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി കാറൽ മാർക്സ് ഏത് പദമാണ് ഉപയോഗിച്ചിരുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അതായത് പ്രാകൃത കമ്മ്യൂണിസം എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു മാർക്സ് വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ക്ലാസ് ഡിവൈഡഡ് സൊസൈറ്റി എക്സ്പെക്റ്റഡ് ടു കൾമിനേറ്റഡ് ഇൻ ആഫ്റ്റർ എ ക്ലാസ് കോൺഫ്ലിക്റ്റ്? കാറൽ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഒരു വർഗ സംഘർഷത്തിന് ശേഷം വർഗ വിഭജിത സമൂഹത്തിൻ്റെ, അതായത് മുതലാളിത്തത്തിൻ്റെ അവസാന ഘട്ടം എന്തിലാണ് കലാശിക്കുന്നത്?
ആൻസർ വരുന്നത് എ സ്റ്റേറ്റ് ഓഫ് ക്ലാസ്നെസ്സസ്, അതായത് കമ്മ്യൂണിറ്റി സൊസൈറ്റി, വർഗരഹിതമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് അത് എത്തുക. ആ സമൂഹത്തിന് അതാണ് അവരുടെ ആശയമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സമൂഹം എന്നുള്ളതിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വേബർ പ്രൊപ്പോസ്ഡ് ദാറ്റ് ബിസൈഡ്സ് ക്ലാസ് വാട്ട് ആർ ദ ടു അതർ പ്രിൻസിപ്പൽ ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? വർഗത്തിന് പുറമെ സാമൂഹിക വർഗീകരണത്തിൻ്റെ മറ്റ് 2 പ്രധാന രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് മാക്സ് വെബർ നിർദ്ദേശിച്ചിട്ടുള്ളത്? അത് ആൻസർ സ്റ്റാറ്റസ് ആൻഡ് പവർ, പദവിയും അധികാരവുമാണ് വരുന്നത്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു മാക്സ് വെബർ ക്ലാസസ് ഡെവലപ്ഡ് ഇൻ വാട്ട് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം വേർ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ് ഓൺ ബൈയിങ് ആൻഡ് സെല്ലിങ് സ്കിൽ ആൻഡ് ഗുഡ്സ്? മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ ഏത് തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയിലാണ് ക്ലാസുകൾ വികസിക്കുന്നത്? അതായത് അവിടെ വ്യക്തികൾ അവരുടെ കഴിവുകളും സാധനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേതാണ്? ആൻസർ മാർക്കറ്റ് എക്കണോമിക്സ് ആണ്. മാർക്കറ്റ് എക്കണോമിക്സ്, അതായത് വിപണി സമ്പദ് വ്യവസ്ഥ. ഇത് ആരുടെ സ്വഭാവമാണ്? ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ്, മുതലാളിത്ത സമൂഹങ്ങളുടെ സ്വഭാവമായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് കോൺസെപ്റ്റ് അക്കോർഡിംഗ് ടു വേബർ ഡിറ്റർമൈൻസ് ആൻഡ് ഇൻഡിവിജ്വലിസ് ചാൻസസ് ഓഫ് സർവൈവൽ ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ് സിറ്റുവേഷൻ? വേബറിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ അതിജീവന സാധ്യതകളെ നിർണ്ണയിക്കുന്നതും വിപണി സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നതുമായ ആശയം ഏതാണ്? ആൻസർ ലൈഫ് ചാൻസസ്, അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാക്സ് വെബർ ആർഗ്യൂസ് ദാറ്റ് പൊളിറ്റിക്കൽ പവർ ഇൻ മോഡേൺ സൊസൈറ്റീസ് മേ ബി ഒബ്റ്റെയിൻ നോട്ട് ജസ്റ്റ് ത്രൂ എക്കണോമിക് പവർ ബട്ട് ആൾസോ ത്രൂ വാട്ട്? ആധുനിക സമൂഹങ്ങളിലെ രാഷ്ട്രീയ അധികാരം സാമ്പത്തിക ശക്തിയിലൂടെ മാത്രമല്ല മറ്റ് എന്തിലൂടെയാണ് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് എന്നാണ് മാക്സ് വെബർ വാദിക്കുന്നത്. ഏതിലൂടെയാണ്? ആൻസർ പൊളിറ്റിക്കൽ സ്കിൽ, രാഷ്ട്രീയ കഴിവുകളിലൂടെ. അതായത് അതിൽ വരുന്ന കാര്യങ്ങൾ ലൈക്ക് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ്, അതുപോലെ ഐഡിയോളജി, അതുപോലെ ഓർഗനൈസേഷൻ സ്കില്ല്, പ്രത്യയശാസ്ത്രവും സംഘടനാ കഴിവുകളും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സ്കില്ലിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടേം ഫോർ ദ ഹൈറാർക്കി ബേസ്ഡ് ഓൺ ദ ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഹൈറാർക്കി ബേസ്ഡ് ഓൺ പീപ്പിൾ ഹു എക്സൈസ് പൊളിറ്റിക്കൽ പവർ ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ വേബർ? വേബർ പറഞ്ഞത്, അതായത് ഉൽപാദന മാർഗങ്ങളുടെ ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കിയുള്ള ശ്രേണിയെയും രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്ന ആളുകളെ അടിസ്ഥാനമാക്കിയുള്ള ശ്രേണിയെയും എന്താണ് വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ വിളിക്കുക? ദ എക്കണോമിക് ഹൈറാർക്കി, സാമ്പത്തിക ശ്രേണി, അതുപോലെ തന്നെ നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഹൈറാർക്കി, രാഷ്ട്രീയ ശ്രേണി. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ interaction the term status primarily refers to what? സാമൂഹിക ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റാറ്റസ് എന്ന പദം പ്രധാനമായിട്ടും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ സോഷ്യൽ പൊസിഷൻ, സാമൂഹിക സ്ഥാനം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് റോൾ റെഫർ ടു? റോൾ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദ ബിഹേവിയർ എക്സ്പെക്റ്റഡ് ഫ്രം ദാറ്റ് പൊസിഷൻ, ആ സ്ഥാനത്തുള്ള പൊസിഷൻ, ബിഹേവിയർ, ആ പെരുമാറ്റത്തെയാണ് റോള് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ
Statuses that are given to an individual because of facts related to their birth are called what? ഒരു വ്യക്തിയുടെ ജനനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അതായത് ലിംഗഭേദം, ജാതി തുടങ്ങിയ കാരണങ്ങൾ അയാൾക്ക് നൽകുന്ന പദവിയെ എന്താണ് വിളിക്കുന്നത്? ആൻസർ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നാണ് ആൻസർ. ഇനി നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റാറ്റസസ് ഫോർ വിച്ച് ഇൻഡിവിജ്വൽസ് കംപ്ലീറ്റ് ദാറ്റ് സിവിൽ സർവൻറ്റ് ബെസ്റ്റ് ഹണ്ടർ ആർ നോൺ ആസ് വാട്ട്? വ്യക്തികൾ മത്സരിക്കുന്ന പദവികൾ, അത് എന്തിൻ്റെ പേരിലാണ് അറിയപ്പെടുക? വ്യക്തികൾ നേടിയെടുക്കുന്ന പദവികൾ, അതായത് സിവിൽ സർവീസ് പോലെ, ഹണ്ടർ മികച്ച വേട്ടക്കാരൻ എന്നിവയൊക്കെ പോലെ ഉള്ള മത്സരിക്കുന്ന പദവികൾ, അത് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആൻസർ എന്താ വരിക? അച്ചീവ്ഡ് സ്റ്റാറ്റസ്, നേടിയ പദവികൾ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു സ്ട്രാറ്റ, അതായത് ലെയർ. ഡാഷ് എന്നത് സമൂഹത്തിൻ്റെ ഓരോ ലെയറുകളായിട്ട് വിഭജിക്കുന്നതിനെ നിർവചിക്കാം. ആൻസർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ആൻസർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക വർഗീകരണം. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ. The concept of social stratification was borrowed by sociologists from which field of science? സാമൂഹിക വർഗീകരണം എന്ന ആശയം സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഏത് ശാസ്ത്ര മേഖലയിൽ നിന്നാണ് കടമെടുത്തുള്ളത്? ആൻസർ എർത്ത് സയൻസ്, ജിയോളജി, ഭൗമശാസ്ത്രം, അതായത് ജിയോളജി, എർത്ത് സയൻസിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. In the context of an Indian village, one caste is distinguished from another primarily because of its. ഒരു ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ജാതി മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഡാഷ് കൊണ്ടാണ്. ആൻസർ ഓക്യുപ്പേഷൻ, അവൻ്റെ തൊഴിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഡിറ്റർമൈൻസ് ആൻ ഇൻഡിവിജ്വൽസ് മെമ്പർഷിപ്പ് ആൻഡ് റാങ്ക് ഇൻ എ ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം? പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ അംഗത്വവും റാങ്കും നിർണ്ണയിക്കുന്നത് ഏത് അടിസ്ഥാന തത്വത്തിലാണ്? ആൻസർ വരുന്നത് ഹെറിഡിറ്ററി സ്റ്റാറ്റസ്, അതായത് ബർത്ത്, പാരമ്പര്യ നില അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അതായത് ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് ജാതി വ്യവസ്ഥ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ സിമ്പിൾ സൊസൈറ്റീസ് വേർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ആബ്സെൻറ്റ്, വാട്ട് ഈസ് ദ ഓൺലി ലെവൽ അറ്റ് വിച്ച് ഇനീക്വാലിറ്റി ഈസ് സെറ്റ് ടു എക്സിറ്റ്? സാമൂഹിക വർഗീകരണം ഇല്ലാത്ത ലളിതമായ സമൂഹങ്ങളിൽ അസമത്വം നിലനിൽക്കുന്നതായി പറയപ്പെടുന്ന ഒരേ ഒരു സ്റ്റേജ്, തലം, അത് ഏതാണ്? ലെവൽ ഏതാണ്? അത് ആൻസർ ദ ലെവൽ ഓഫ് സെക്സ് ആൻഡ് ഏജ്, അതായത് ലിംഗഭേദത്തിൻ്റെയും പ്രായത്തിൻ്റെയും ലെവൽസുകൾ. ലിംഗഭേദം, പ്രായം, ഇവ രണ്ടിൻ്റെയും തലങ്ങളാണ് സാമൂഹിക വർഗീകരണം സമൂഹത്തിൽ ലളിതമായ രീതിയിലുള്ള അസമത്വം നിലനിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. അച്ചീവ്ഡ് സ്റ്റാറ്റസസ് ആർ ഫൗണ്ടഡ് മോർ ഇൻ ഡാഷ് സൊസൈറ്റീസ്. നേടിയെടുത്ത പദവികളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഡാഷ് സമൂഹങ്ങളിലാണ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ്, അത് ഏതാണ്? കോംപ്ലക്സ്. ആൻസർ വരുന്നത് കോംപ്ലക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റാറ്റസ് ഓഫ് സൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റസ്. മകൻ്റെ പദവി, അത് ഡാഷ് പദവിയുടെ ഉദാഹരണമാണ്. കുടുംബം നേരിട്ട് ബന്ധപ്പെടുന്നതാണ് ആസ്ക്രൈബ്ഡ് പദവിയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റാറ്റസസ് അക്വയർഡ് ബൈ ബർത്ത് ആർ കോൾഡ് ഡാഷ്. ജന്മന ലഭിക്കുന്ന പദവിയെ എന്താണ് അറിയപ്പെടുക? ആസ്ക്രൈബ്ഡ് എന്നാണ് അറിയപ്പെടുന്നത്.
നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇനീക്വാലിറ്റി ബിറ്റ്വീൻ ടു എൻറ്റിറ്റീസ് നെസസറിലി ഇംപ്ലൈ? രണ്ട് അസ്തിത്വങ്ങൾക്കിടയിൽ അസമത്വം നിലനിൽക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ: ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അവർക്കിടയിലുള്ള ഒരു വ്യത്യാസത്തിൻ്റെ നിലനിൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ. സോഷ്യൽ ഇനീക്വാലിറ്റീസ് ആർ ഫൗണ്ടഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഡിഫറെൻ്റ് ഫ്രം വിച്ച് അതർ ടൈപ്പ് ഓഫ് ഇനീക്വാലിറ്റി? മറ്റ് ഏത് തരത്തിലുള്ള അസമത്വങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക അസമത്വങ്ങൾ നിലനിൽക്കുന്നത്? ആൻസർ: നാച്ചുറൽ ഇനീക്വാലിറ്റീസ്. സ്വാഭാവികമായിട്ടുള്ള അസമത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നെക്സ്റ്റ് വരുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സോഷ്യോളജിക്കൽ ടേം ഫോർ ദ ഡിഗ്രി ടു വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ക്യാൻ ഇമ്പോസ് ദെയർ വിൽ ഓൺ അതേഴ്സ് ആൻഡ് സീക്ക് ഒബീഡിയൻസ് ഈവൻ വിത്തൗട്ട് ദെയർ കോൺസെൻറ്റ്? വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ മറ്റുള്ളവരുടെ മേൽ അവരുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുവാനും അവരുടെ സമ്മതമില്ലാതെ തന്നെ അവരുടെ അനുസരണം തേടുവാനൊക്കെയുള്ള കഴിയുന്ന ആ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്ന സാമൂഹിക ശാസ്ത്രീയ പദം ഏതാണ്? അതായത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ അനുസരിപ്പിക്കുവാനും കാര്യങ്ങളൊക്കെ തേടുവാനും ഉപയോഗിക്കുന്ന പദം അതേതാണ്? ആൻസർ: പവർ, അധികാരം എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഹോണർ ആൻഡ് റെസ്പെക്ട് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ പൊസിഷൻസ് ആൻഡ് ദ സ്റ്റൈൽസ് ഓഫ് ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് ഡിഫൈൻഡ് ആസ് വാട്ട്? സാമൂഹിക സ്ഥാനമാനങ്ങളും വ്യക്തികളുടെ ജീവിതശൈലികളുമായും ബന്ധപ്പെട്ട അവരുടെ ഒരു റെസ്പെക്റ്റ്, അവരുടെ ബഹുമാനവും ആദരവും എന്തായിട്ടാണ് നിർവചിക്കപ്പെടുന്നത്? അതിൻ്റെ ആൻസർ: പ്രസ്റ്റേജ്, അന്തസ്സ്. പ്രസ്റ്റേജാണ് ആദരം, ബഹുമാനമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയും ക്വസ്റ്റ്യൻസാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ചാപ്റ്റർ 12, 13, 14, 16 ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കുവാൻ ശ്രമിക്കണം. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.